ഇതെന്താന്ന് മനസ്സിലായോ? ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ പാടില്ല. അതാണ് പ്രത്യേകം. ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ലീക്കാവും അതിൻ്റെ ഉള്ളിൽ. തിരിച്ച് മനസ്സിലായോ? ഒന്നുകൂടെ കാണിച്ചു കൊടുക്കുന്നു. രാവരേ ദേവാ തൂ മനമന്ദിരാ തൂ യോരേ ദേവാ തൂ മിഗിലേ ഘരാ തൂ. ഇന്നത്തെ രാഗവും രുചിയും എപ്പിസോഡിൽ കൊങ്കണി പാട്ടും കൊങ്കണി സ്പെഷ്യൽ ഭക്ഷണവും. ഇതെന്താന്ന് മനസ്സിലായോ? സൂപ്പർ. ഞങ്ങളുടെ കൊങ്കണി വിഭവമാണ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇതിന്റെ പേര് കൊങ്കണി ഭാഷയിൽ ഹിട്ടു അല്ലേ? കുമ്പിളപ്പം. അതായത് പ്ലാവില കുമ്പിള് പോലെ ഉണ്ടാക്കി അതിനുള്ളില് ഇഡ്ലി മാവ് പോലത്തെ ഒരു മാവ്, ഇഡ്ലി മാവ് തന്നെയാണ്. അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ആ മാവ് ഇതിൽ ഒഴിച്ചിട്ട് ഇഡ്ലി കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന ഒരു കുമ്പിളപ്പം ഇട്ടു. അത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഉഗാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷത്തിൽ ആവണിയോട്ടം ആ 2 ദിവസങ്ങളിലാണ്. അത് മാത്രമല്ല, വേറൊരു ദിവസവും വരും, കർക്കിടക മാസത്തിൽ വേറൊരു ദിവസവും വരും, അന്നും ഇതുണ്ടാക്കും. ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ്. ഇന്ന് ഇതെങ്ങനെയാണ് ഈ കുമ്പിൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ അച്ഛൻ പറഞ്ഞുതരും. ശ്രദ്ധയ്ക്ക് അത് പഠിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരുമോ? ഇതില് നമ്മൾ പ്ലാവില എടുത്തു കൊണ്ടുവന്ന് നല്ലവണ്ണം തുടച്ച് ഒരേ സൈസ് 4 മാറ്റി വെക്കണം. ഒരേ സൈസ് ആയിരിക്കണം. 4 എടുത്ത് വെച്ചിരിക്കുകയാണ്. അതെടുത്ത് വെക്കണം. പിന്നെ ഇതാണ് സാധനം. ഇതെന്താന്ന് മനസ്സിലായോ? ഈർക്കിലിയാണ്. അത് ചൂലിന്റെ ഈർക്കിലി പാടില്ല. ഇതാണ്. ഫ്രഷ് ആയിട്ട് ഓരോ തവണയും എടുക്കുന്നതാണല്ലേ? അല്ല, ഇങ്ങനെ ചെയ്ത് വെക്കാം. കൂടുതലുള്ള അതുപോലെ വെക്കാം. പക്ഷേ ഇത് ഈർക്കിലി ചൂലിന്റെ ആകാൻ പാടില്ല. ഇങ്ങനെ തന്നെ എടുത്ത് ചെയ്യണം. ഇനി ഇവിടെ ഇത് കട്ട് ചെയ്ത് കളയാം. അടുത്തത് ഇതെടുക്കണം. അതിനാണ് അതെടുത്ത് വെച്ചിരുന്നത്. ഇത് എവിടുന്ന് കിട്ടി? അച്ഛനുണ്ടാക്കിയതായിരിക്കും അല്ലെ? ഇങ്ങനെ ഒരു കഷ്ണം കണ്ടോ? ഇങ്ങനെ ഒരു സൈഡ് ചരിച്ച് മുറിക്കണ്ടേ? എന്നാലേ കേറി പോവുള്ളൂ. താഴോട്ട് പോകുമ്പോ അത് പൊളിക്കണം അല്ലേ? വണ്ണം കൂടും. വണ്ണം കുറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഹോളാകും. അതിന് ആയാലും പോവില്ല, എന്നാലും ബുദ്ധിമുട്ടാണ്. രണ്ടായിട്ട് മുറിച്ചിട്ട് പിന്നെ അത് ഞാനിപ്പോ ഇതില് ഒരു മേശപ്പുറത്ത് വെച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ കാണിച്ച ഈർക്കിലിയുടെ ഇതാണ് സാധനം. ഇത്രയും ഉണ്ടാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ടെങ്കിൽ അതുപോലെ ഇരുന്നോളും. അടുത്ത പ്രാവശ്യത്തേക്ക് എടുക്കാം. ഇനി ഇതിങ്ങനെ എടുക്കാം. എടുത്തിട്ട് ഇതുപോലെയാണ് വെക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തിരിച്ച് ഇത് ആംഗിൾ നോക്കണം. ഒരുമാതിരി കറക്റ്റ് ആയിരിക്കണം. ഒരുപോലെയുള്ള ഇതെടുക്കുമ്പോ മിക്കവാറും കറക്റ്റായി വരും. കീറി പോവില്ല. ഇല്ല, അതല്ല ഈ മോനെ വെച്ചിരിക്കുന്നത്. അവിടെ ആ സൈഡിലും കുത്തണ. രണ്ട് സൈഡിലും കുത്തി. ഇനി ഇതിങ്ങനെ വെക്കണം. അതെ, ചരിച്ചു കുത്തണം. ചെറിയിങ്ങനെ നേരെ കുത്തും, അത് ശരിയാവില്ല. ചരിച്ചു കുത്തണം. ഇവിടെ നേരെ കുത്തിയാലും കുഴപ്പമില്ല. എന്നാലും ഇതാവുമ്പോ നല്ല ഫിനിഷായിരിക്കും.
ഇനി നോക്കണം. അതിനു മുമ്പ് ഇപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും അതിനകത്താണ് മാവ് ഒഴിക്കുന്നത് അല്ലേ? അതിനകത്താണ് മാവ് ഒഴിക്കുന്നത്. നോക്കണം. അത് ആദ്യമേ തുടയ്ക്കാൻ പറഞ്ഞ അതാണ്. ആദ്യം തുടയ്ക്കണം അല്ലേ? ഇനി എന്നിട്ട് ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ പാടില്ല. അതാണ് പ്രത്യേകം. ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ലീക്കാവും അതിന്റെ ഉള്ളിൽ തിരിച്ച്. മനസ്സിലായോ? ഒന്നുകൂടെ കാണിച്ചു കൊടുക്കും, ഒന്നുകൂടെ കാണിച്ചു കൊടുക്കും. എങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇത് അകത്തുള്ള അകത്തേക്ക് മടക്കരുത്, അകത്തുള്ളത് പുറത്തേക്ക്, വെളിയിലുള്ളത് ഇങ്ങനെ. എന്നിട്ട് അവിടെ അതെ. ഇനി ഇവിടെ നോക്കണം, ഹോൾ ഉണ്ടോ എന്ന് നോക്കണം. ഉള്ളിലല്ലേ? ഉള്ളില്. ഇനി അപ്പൊ ഇതിങ്ങനെ ആ സൈഡും അതേപോലെ ഉള്ളിൽ നിന്ന്. ഇനി ഇതും ഇതുപോലെ എടുക്കണം. ഇപ്പൊ 4 എണ്ണം വെച്ചിട്ട് അത് ചെയ്തില്ല. ഇനി 2 എണ്ണം വെച്ച് ചെയ്യാം, 1 എണ്ണം വെച്ച് ചെയ്യാം. സൈസ് വലിയ ഇലയുടെ സൈസ് അനുസരിച്ചിരിക്കും. ഇനി ഇതിന്റെ അതിന്റെ ലാസ്റ്റ് ഫിനിഷിംഗ് വേറെയാണ്. ഇനി ഒന്നിന്റെ കാണിച്ചു തരാം. ഇതിപ്പോ 4ന്റെയാണ് ചെയ്തത്. അതൊന്ന് അടുത്ത് കാണിച്ചു തരൂ. 4 ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിങ്ങനെ ഇരുന്നു. അപ്പൊ ഇനി ഇതിന്റെ 3 എണ്ണം വെട്ടി കളയണ്ടേ? ഇത് 1 ഇതിങ്ങനെ എടുക്കാം. ഒറ്റയില. ഒറ്റയില. ഓ, അപ്പൊ ചെറുതായിട്ട് ഒരെണ്ണം കിട്ടും അല്ലേ? ഇതിങ്ങനെ ഇങ്ങനെ വെച്ചോ. ഓ, മടക്കവും കൂടെ വേണം അല്ല, മടക്കിയാൽ 4 പോലെ ഇരിക്കും. മടക്കിയാൽ 4 മൂല പോലെ ഇരിക്കും, ഇതുപോലെ ഇരിക്കും. ആ, ശരിയാ. മനസ്സിലായി. വേറെ ഒന്നിന്റെ കാണിച്ചു തരാം. ഓ, സൈഡിലും മടക്കണം. 2 സൈഡിലായിട്ട് മടക്കണം. അപ്പൊ 4 എണ്ണം വെച്ചതുപോലെ ഇരിക്കും. പക്ഷെ ചെറിയ ക്യൂട്ടായിട്ട് ചെറിയൊരു കിട്ടും. ഇനി അടുത്തത് മടക്കാതെ. മടക്കാതെയും ചെയ്യാം. അത് ഫ്രണ്ടിൽ വെക്കൂ മോളെ, അത് ഫ്രണ്ടിൽ വെക്കൂ. ഇത് 4 എണ്ണത്തിന്റെ അത് ഇങ്ങനെ മടക്കുമ്പോ ഈ പിടി ഉണ്ടല്ലോ, ഈ ഞെട്ട് അകത്ത് വരണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരാൻ പാടില്ല. അതെന്താ? അതെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോകും ചിലപ്പോ. ഇതാകുമ്പോ പിടുത്തം വരും. മനസ്സിലായി? ഞെട്ട് അകത്ത് വരണം. ഞെട്ടിന്റെ ഭാഗം അകത്ത് വരണം. അതും 2 സൈഡില് അല്ലേ? ഇത് സമോസ പോലെ ഇരിക്കും. പിന്നെ ചിലത് എളുപ്പത്തിന് എന്ത് ചെയ്യുമെന്ന് അറിയാവോ? അത് ഗ്ലാസ് പോലെ, മറ്റേ ഈ കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഇതുപോലെ ചെയ്യും ചിലർ എളുപ്പത്തിന്. അതാണ്. ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ ഇതിന്റെ ഞെട്ടുക മുറിക്കുന്നത്. ഈ ഞെട്ട് മുറിക്കുമ്പോ അകത്തെ തന്നെ അതുപോലെ നിർത്തണം. അകത്തുകൂടി ഉള്ളത് ഉണ്ടല്ലോ അതുപോലെ നിർത്തണം. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോ ഇതിലൊക്കെ പൊളിഞ്ഞു പോകും. ഇത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മാവ് ഒഴിക്കുമ്പോഴുണ്ടല്ലോ, മനസ്സിലായോ? ഇത് മാവ് ഒഴിക്കുമ്പോ എങ്ങനെ പിടിച്ചാൽ ഈ പിടുത്തമുണ്ട്. നേരെ മറിച്ച് ഇത് നിർത്തുകയാണെങ്കിൽ ഈ പിടുത്തം ചിലപ്പോ പിടുത്തം പോയാൽ അത് പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് അകത്തെ നിർത്തണം എന്ന് പറയുന്നത്. ഇങ്ങനെ അല്ലേ? കണ്ടോ എത്ര സൈസിലുള്ള കുമ്പിളുകളാണ്. നോക്കി. അപ്പൊ ഇതിന്റെ ഒക്കെ എങ്ങനെ? ഇതിന്റെ ഒന്നും ഇല്ല അല്ലേ? ഒരെണ്ണേ ഉള്ളൂ. അതിന്റെ ഒരെണ്ണേ ഉള്ളൂ. ഇതിന് ഒരെണ്ണേ ഉള്ളൂ. ഇനി ഇട്ട് ഉണ്ടാക്കുന്നത് കാണാം. ഇട്ട് ഉണ്ടാക്കുന്നതും കൂടെ കാണിച്ചു തരുമോ? പിന്നെ ലാസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പിടിച്ച ഉള്ളിൽ വല്ല ഹോളുണ്ടോ എന്ന് നോക്കാം. ഇനി ഇട്ട് ഉണ്ടാക്കാൻ പോവാണ്.
പക്ഷെ ഈ ഒരു ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് വേറൊരു സാധനം കൂടെ ഉണ്ടാക്കണം. ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഇടണം അല്ലേ? അതായത് പ്ലാവിലെ തന്നെ ഇങ്ങനെ റൗണ്ടായിട്ട് കുത്തി അത് വെച്ചിട്ട് വേണം ഈ സാധനം. ഫ്രണ്ട് സൈഡ് അല്ല, ബാക്ക് സൈഡിൽ ഇതിലേക്കാണ് ഇത് വെക്കേണ്ടത്. അപ്പൊ ഇത് കുത്തുമ്പോ പുറത്തൂടെ കുത്തണം, പുറത്തുകൂടിയായി എന്നിട്ട് ഇതിങ്ങനെ വെക്കണം, വെച്ചിട്ട് അതിന്റെ പുറത്താണ് എന്നിട്ടാണ് ഇത് ഇടേണ്ടത്. ഇതില് മാവ് ഇട്ടിട്ട് ഇടുക. അമ്മ ഇപ്പം ഈ മാവ് ഇതിലിട്ട് കാണിക്കും. ഇതിൽ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? ഇഞ്ചി, പച്ചമുളക്, ജീരകം, കരിയാപ്പല. ഓ, ഇത് ഒത്തിരി ആവുമല്ലോ ഒരെണ്ണത്തില്. ഇങ്ങനെ ഇതില് എത്ര എണ്ണം വെക്കാം? ചുറ്റും വെക്കാം അല്ലേ? സൈസ് അനുസരിച്ച്. ഇത്രയും വെച്ചു അല്ലേ ഇതില്? കടുത്തു. ഇത് കണ്ടോ, പല സൈസിലും ഷേപ്പിലും ഉള്ള ഇത്രയും സംഭവങ്ങൾ ഇതിൽ വെച്ചു. ഇത്രയും ആയിട്ടുണ്ട്. ഇനിയും സ്ഥലമുണ്ട്. ഇനി ഇത് അടച്ചിട്ട് ആവി എടുക്കണം. വെന്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി ഇത് കളയുന്ന ഒരു പ്രത്യേക രീതി ഉണ്ടല്ലോ അല്ലേ? ഇത് പൊളിക്കുന്നത്. ഇതിങ്ങനെ ഇത് കളയുമ്പോ അച്ഛൻ പറഞ്ഞു ഈ ഈർക്കില് ഇതോടൊപ്പം വെളിയിൽ കളയരുത്. എന്താ അറിയോ, അത് പശുക്കളോ അങ്ങനെ എന്തെങ്കിലും വന്ന് കഴിക്കുമ്പോ ഇത് ഇങ്ങനെ അവരുടെ വായിൽ കൊള്ളരുതല്ലോ. ഒട്ടു സൂചി പോലെയാണ് ഈ ഈർക്കിലിരിക്കുന്നത്. അപ്പൊ ഈർക്കിലെടുത്ത് മാറ്റിയിട്ട് അല്ലേ? ഈർക്കില് മാറ്റി വെക്കണം. എല്ലായിടത്തും വേറെ പാത്രത്തിൽ ചെറിയ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ഇലയൊക്കെ കളയാം. ഇല കളഞ്ഞിട്ട് ഈർക്കില് തീയിലിട്ട് കത്തിച്ച് കളയണം. അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത്. അങ്ങനെയാണ്. പിന്നെ എല്ലാം ഓരോരുത്തർ ഓരോ രീതിക്ക് ചെയ്യും. സൂപ്പർ. എന്തായാലും ഇവിടെ വരാനും ഇത് കഴിക്കാനും അതുപോലെ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താനും സാധിച്ചത് വലിയൊരു ഭാഗ്യം. ഇനിയും വരും ഇതുപോലത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുക. പ്രായമൊന്നുമില്ല, പ്രായമൊന്നും ആയിട്ടില്ല. പ്രായം കൂടുന്തോറും യങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛനും. വളരെ എനർജറ്റിക് ആണ്. അവരുടെ പകുതി എനർജി എനിക്കില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് രാഗവും രുചിയും എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.